എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുവാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ലൈഫ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. ആദ്യം, നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൈഫ് സ്റ്റേജ് ഏതാണ്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൈഫ് സ്റ്റേജ് ശൈശവമായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശൈശവം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ആരും ഒന്നും പറയുന്നില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹത്തോട് ലാളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ശൈശവം എന്നുള്ളത്. അപ്പോൾ ഇതിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ ശൈശവം കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് ബാല്യത്തിലേക്കാണ്. ഈ ബാല്യ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് പണിഷ്മെന്റ്, ശിക്ഷ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു ബാല്യകാലത്തിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്ന ഒരു കാലം, അതാണ് കൗമാരം. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? കൗമാര പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇതിൽ വ്യൂവേഴ്സ്, കൗമാരം കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലേ? കൗമാരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്, ഈ കൗമാരകാലം ഏറ്റവും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത് നിങ്ങൾക്കാണോ? അല്ല, സമൂഹത്തിനാണ് തെറ്റിദ്ധാരണ. കൗമാര കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ ആ റിലീസ് ചെയ്യുന്ന എനർജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല. അതാണ് ഈ ഒരു സ്റ്റേജ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. മഹാനായ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻലി ഹാൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇറ്റ് ഈസ് ദി പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രോം ആൻഡ് സ്ട്രൈഫ്. ഈ അഡോളസൻസ് എന്ന് പറയുന്ന പീരിയഡാണ് ഒരുപാട് സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും കാലഘട്ടമാണ്. ഒരുപാട് മാനസിക സംഘർഷങ്ങളുടെയും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അഡോളസൻസ്. അതുപോലെ തന്നെ കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും കാലഘട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ വലിയൊരു തിരമാലയും കൊടുങ്കാറ്റും ഒക്കെ അടിച്ച്, അല്ലെ, അത്രയും വിക്ഷുബ്ധമായിട്ടുള്ള ഒരു കടൽ എങ്ങനെയാണോ വിക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലുള്ളത്, അതേപോലെയുള്ള ഒരു മാനസിക അവസ്ഥയായിരിക്കും ഈ അഡോളസൻസിലുള്ളത്. അപ്പൊ ഈ അഡോളസൻസ് എന്ന് പറയുന്നതിന് ടീനേജ് എന്നും പറയാറുണ്ട്, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടീനേജ്. അതായത് ആ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിയമപ്രകാരം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നേ പറയാൻ പറ്റുള്ളൂ, 13. അതായത് 13 വയസ്സിനാണ് യഥാർത്ഥത്തിൽ അഡോളസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 13, 14, 15 അങ്ങനെ 19 വരെ. അപ്പോൾ 13 തൊട്ട് 19 വയസ്സ് വരെയാണ് യഥാർത്ഥത്തിൽ ഈ ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഇന്ന പ്രായത്തിൽ തുടങ്ങി ഇന്ന പ്രായത്തിൽ അവസാനിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് നഴ്സറി പോകുന്ന പല കുട്ടികൾക്ക് പോലും ടീനേജിന്റെ സ്വഭാവമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇനി 19 കഴിഞ്ഞ് 25 കഴിഞ്ഞ് 30 കഴിഞ്ഞാലും ടീനേജിന്റെ സ്വഭാവമുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളെ ചുറ്റുപാടിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ലൈഫ് സ്റ്റേജിനെ ഇന്ന പ്രായത്തിൽ തുടങ്ങി ഇന്ന പ്രായത്തിൽ അവസാനിക്കും എന്നുള്ളത് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. എന്നാലും ബേസിക്കലി മനഃശാസ്ത്ര അധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 തൊട്ട് 19 വയസ്സ് വരെയാണ്. ഈ ഒരു പ്രായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. അതായത് ഹു ആം ഐ, ഞാൻ ആരാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും കൗമാര കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ, കൗമാരത്തിലുള്ള കുട്ടികൾ, ഇത് ഞാനും അനുഭവിക്കുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ നമ്മൾ മുതിർന്ന കുട്ടികളല്ല, അതുപോലെ മുതിർന്ന ആളുകളല്ല, എന്നാൽ ചെറിയ കുട്ടികളുമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, വീട്ടിൽ ഇപ്പോൾ ഈ അഡോളസൻസ് പീരിയഡിലുള്ള ഒരു കുട്ടി കളിക്കാൻ ഉള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളുടെ കൂടെ ഈ അഡോളസൻസ്, അതായത് കൗമാര പ്രായത്തിലുള്ള ഒരു കുട്ടി ഈ ഒരു ചെറിയ കുട്ടിയുടെ കൂടെ കളിക്കുമ്പോൾ ചുറ്റുപാട്, സമൂഹം, നമ്മുടെ ഫാമിലി, പ്രത്യേകിച്ച് പാരൻസ്
പറയുകയാണ് ആ കുട്ടിയുടെ അടുത്ത്, നീ ഇത്ര വലുപ്പമില്ലേ, നീ എന്താ ഈ ചെറിയ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്നത്, നീ നിന്റെ വലുപ്പം ഒന്ന് പോയിട്ടൊന്ന് അളന്നു നോക്ക് എന്ന് എല്ലാവരുടെയും മുന്നിൽ പബ്ലിക്കായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മനസ്സുണ്ട്, ആർക്ക്? ഈ അഡോളസൻസ്, അതായത് കൗമാരത്തിൽപ്പെട്ട കുട്ടിയുടെ മനസ്സുണ്ട്. ആ കുട്ടി എല്ലാവരും മുന്നിലും ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആ കുട്ടി തന്നെ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ കുട്ടിയല്ല. കുട്ടിക്ക് ആൻസർ കിട്ടി, കൗമാരത്തിൽപ്പെട്ട ആ ഒരു കുട്ടിക്ക് ആൻസർ കിട്ടി, ഞാൻ എന്താണ്, കളിച്ച് നടക്കാൻ പാടില്ല, കളിച്ചാൽ ഞാൻ ആരായിട്ട് മാറും, ചെറിയ കുട്ടിയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ആ കളിക്കാനുള്ള ടെൻഡൻസി ഞാൻ അങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് കുട്ടി അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് അമ്മയുടെ അടുത്തുനിന്ന് ചീത്ത കേട്ട കുട്ടി മേക്കപ്പ് ചെയ്യാണ്, എന്ത്, ഞാനൊരു വലിയ ആളാണ് എന്നുള്ളത് കുട്ടി മാനസികമായിട്ട് തയ്യാറെടുത്ത് വീട്ടിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഫാമിലി ഡിസ്കഷൻ നടക്കുമ്പോൾ കുട്ടി അങ്ങ് ചെന്നു, എല്ലാവരും ഇരിക്കുന്നത് പോലെ ചെയറിൽ കയറിയിരുന്നു, അച്ഛനും അമ്മയും ഇരിക്കുന്നത് പോലെ ഇരുന്നു. അച്ഛനും അമ്മയും പറയുന്നതിന് ഇതേപോലെ തന്നെ വലിയ വായിക്ക് ആൻസർ പറയാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ അവിടുന്ന് പറയുകയാണ്, നീ എന്താ വലിയ ആളെടുത്ത് സംസാരിക്കുന്നത് പോലെ ഇരുന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, നീ അതിന് മാത്രമൊന്നും ആയിട്ടില്ല എന്ന് അച്ഛൻ പറയുകയാണ്. ആ രണ്ട് സാഹചര്യങ്ങളും കൂടി കിട്ടിക്കഴിയുമ്പോഴാണ് കുട്ടിക്ക് എന്തുണ്ടാകുന്നത്, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. ഹു ആം ഐ, ഞാൻ ആരാണ് എന്ന് കുട്ടി വീണ്ടും വീണ്ടും ചിന്തിക്കുക. രണ്ട് സാഹചര്യത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് അവഗണന മാത്രമാണ്. അവിടെയാണ് അഡോളസൻസിന്റെ പ്രശ്നം തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ പരിഗണനയും സ്നേഹവും കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ അഡോളസൻസ്. പലപ്പോഴും നമ്മുടെ സമൂഹവും അത് തിരിച്ചറിയുന്നില്ല, നമ്മുടെ ടീച്ചേഴ്സും തിരിച്ചറിയുന്നില്ല, നമ്മുടെ രക്ഷിതാക്കളും ഒന്നും അത് തിരിച്ചറിയുന്നില്ല. ഈ ഒരു പരിഗണന, അതായത് ഈ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, രണ്ട് സാഹചര്യത്തിൽ നിന്ന് കുട്ടി നേരിട്ടത് അവഗണന മാത്രമാണ്. അപ്പൊ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ആരാണ്, ഞാൻ മുതിർന്ന ആളല്ല, ഞാൻ കുട്ടിയുമല്ല, അപ്പൊ ഞാൻ മുതിർന്ന ആളാവാൻ വേണ്ടി ഇനി ശ്രമിക്കണം. അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരുമ്പോൾ മുതിർന്ന ആളാവാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? ഒരു ആൺകുട്ടിയാണെങ്കിൽ കുട്ടിക്ക് മീശ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കുട്ടി ശ്രമിക്കും. അതുപോലെ തന്നെ സ്മോക്കിങ്ങിനുള്ള ചാൻസ് മാക്സിമം കുട്ടി യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കഴിക്കാനുള്ള ടെൻഡൻസി കുട്ടിക്ക് കൂടും. എന്തിനു വേണ്ടിയിട്ടാ? കുട്ടി മുതിർന്ന ആളാവാനുള്ള ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം, കുട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ പാരൻസ് ആണ്. ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കുട്ടിയെ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം, അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് ഫിസിക്കലി മെന്റലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എക്സ്പെഷ്യലി ബോയ്സ്, അതായത് നമ്മുടെ ജെനീഷ്യൽ ഓർഗൻസ്, ഈവൻ ഇൻ ദി കേസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്, ഏത് വിഭാഗക്കാർക്കാണെങ്കിലും ജെനീഷ്യൽ ഓർഗൻസ്, അതായത് നമ്മളെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ജെനീഷ്യൽ ഓർഗൻസ് കുട്ടികൾക്ക് വളർച്ച പ്രാപിക്കുന്ന ഒരു സമയമാണ്. അതിന്റെ ഭാഗമായിട്ട് ഗേൾസിനാണെങ്കിൽ മെൻസ്ട്രൽ പീരിയഡും അതുപോലെ തന്നെ ബോയ്സ് ആണെങ്കിൽ ഇജാക്കുലേഷനും സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹം എപ്പോഴും പെൺകുട്ടികൾ അനുഭവിക്കുന്ന കൗമാര പ്രശ്നങ്ങൾക്ക് കൂടെ ഒരുപാട് ആളുകളുണ്ട്. അതങ്ങനെയാണ്. പണ്ട് തൊട്ടേ നമുക്ക് നമ്മൾ ഒരു ഇച്ചിരി വീക്കാണ് ഗേൾസ് എന്നുള്ളത് കൊണ്ട് സമൂഹം, ഈവൻ മെൻസ് ആണെങ്കിലും അതിൻ്റെ കൂടെ കൂടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. അതായത് തൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മെൻസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ ഒരു അവഗാഹം ഗേൾസിന് കൊടുക്കാം. പക്ഷേ ഒരുപാട് ഈ പറഞ്ഞ തൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് അവർക്ക് ശരീരഭാഗങ്ങളിലുള്ള രോമ വളർച്ച, അതുപോലെ തന്നെ ഇജാക്കുലേഷൻ, ഈ ഇജാക്കുലേഷൻ എന്താണ് എന്ന് അറിയാതെ, അത് എന്താണെന്ന് മനസ്സിലാവാതെ, അതായത് ഫസ്റ്റ് ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് അത് എന്തോ വലിയൊരു രോഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സ് തകർന്നു പോകുന്ന എത്രയോ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. ഒരു അച്ഛൻ ഒരിക്കലും തൻ്റെ മകനോട് ഇജാക്കുലേഷനെ കുറിച്ച് സംസാരിക്കാറില്ല, പക്ഷേ സംസാരിച്ചേ പറ്റൂ. ആ ഒരു സംഭവം ഫസ്റ്റ് ടൈം കാണുന്ന ഒരു കുട്ടി, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവർ മീഡിയാസ് ഉപയോഗിച്ചു അങ്ങനെയൊക്കെ പല അറിവുകളും അവർക്ക് ഉണ്ടാകാം. എന്നാലും ശരീരത്തിനുണ്ടാകുന്ന ഒരു സുപ്രഭാതത്തിൽ കുട്ടിയിൽ കാണുന്ന ഈ ഒരു മാറ്റം കുട്ടിക്ക് വല്ലാതെ ഒരു സ്ട്രെസ് അനുഭവിക്കാനുള്ള ഒരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തൻ്റെ ശാരീരികവും മാനസികവുമായും തനിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അഡോളസൻസ് പീരീഡിനെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മാറ്റാം, അല്ലേ? ഏറ്റവും കൂടുതൽ ഈ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്.
പ്രണയത്തിലേക്ക് ഉള്ള ഒരു ചവിട്ടുപടിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങാം. ഇന്ന് നമുക്ക് അതും പറയാൻ പറ്റില്ല. ഇന്ന് ഒരു കാലഘട്ടത്തിന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഈ അഡോളസൻസ് പീരിയഡിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പിന്നെ എല്ലാ തരത്തിലും ഇമോഷൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അത് എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ് കൂടുതൽ ഇവരെ ഭരിക്കുക. അതുകൊണ്ടാണ് കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും ഒക്കെ ഉള്ളത്. പിന്നെ അവർ ശരിയും തെറ്റും കണ്ട തെറ്റിനോടാണ് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക. അതൊക്കെ ഈ ഒരു പ്രായത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അഡോളസൻസിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അഡോളസൻസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അഡോളസൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ, ഈ അഡോളസൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ, ഒട്ടുമിക്ക ആളുകളും ഉണ്ടാവാം. അതിനൊരു സൊല്യൂഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള കുറേ ഹെൽപ്പ് ലൈൻസും സൊല്യൂഷനും നൽകാൻ ഇവിടെ ഒരുപാട് ആളുകൾ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ മുകളിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തന്നുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പാടെ തുടച്ചു മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള അഡ്വൈസസും ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇനി അത് എൻ്റെ പ്രശ്നം മാത്രമാണ് എന്ന് വിചാരിച്ച് സമയം കളയരുത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എല്ലാ തരത്തിലുള്ള ഡയറക്ഷൻസും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കിട്ടും. ഒരിക്കലും അത് പ്രശ്നമായിട്ട് കണ്ട് ജീവിതത്തെ നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.